ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു സ്വീറ്റ് ബോൾസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂട്ടല്ല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ബ്രെഡ് ഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് മൈദ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു പാക്കറ്റ് പൊടിയിൽ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലെല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം, കപ്പ് കേക്ക്, മഫിൻസ്, ബ്രൗണി, അതുപോലെ ബ്രെഡ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു പൊടി വെച്ചിട്ട് ഉണ്ടാക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ ഈ റെസിപ്പിയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വനില എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ വനിലയുടെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ 3.5 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ മധുരം അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 2 എഗ്ഗാണ്. ഇതൊരു മീഡിയം സൈസ് എഗ്ഗാണ്. അപ്പോൾ അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ലൂസാവാൻ പാടില്ല, നല്ല കട്ടിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. പിന്നെ ഇത് നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല ലൂസാവാനും പാടില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ റിബൺ പോലെ വരും. അതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ 20 മിനിറ്റാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതിനുശേഷം ഇതാ നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ അധികം ചൂട് പാടില്ല, ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഓയിൽ വെക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കരിയും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മുടെ ഫ്ലെയിം വെക്കാൻ. എന്നിട്ട് ഇതേപോലെയാണ് നമ്മൾ ബോൾസ് പോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളത് കട്ടിയിൽ കലക്കിയ കാരണമാണ് കേട്ടോ ഇങ്ങനെ ആയത്. ലൂസായ ഒരു ഷേപ്പ് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. മെല്ലെ മെല്ലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഉള്ളൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ബോൾസ് രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ടൊന്ന് കലക്കി വെച്ചാൽ മതി. എന്നിട്ട് ലൈറ്റ് ചൂടുള്ളൊരു പാലിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ബോൾസ് ആക്കി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബോൾസും അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല പല ഫ്ലേവറിൻ്റെ ഉണ്ട് കേട്ടോ. ചോക്ലേറ്റും കൂടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് കൂടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കുക. ഇതുപോലത്തെ മോഡലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണോളം ന്യൂട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല കട്ടിയായ കാരണം നമുക്കൊന്ന് മൾട്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ മാവും കൂടി കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഇത് അത്ര സോഫ്റ്റ് അല്ല, ഇത് ക്രിസ്പിയാണ്.
അപ്പോൾ ഇതാ ന്യൂട്ടല്ലൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിൽ ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ചോക്ലേറ്റിൻ്റെ ബാറുകൾ മേടിക്കാൻ കിട്ടും. ഡാർക്ക് ചോക്ലേറ്റ്, അതുപോലെ മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ്, അങ്ങനത്തൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് മൾട്ടാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ന്യൂട്ടല്ല ബോൾസും റെഡി ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മൾ ഏത് തരം പാർട്ടിക്കും ഇതുപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആവും കേട്ടോ. നല്ല ഒരു രസമായിരിക്കും കാണാനും അതുപോലെ കഴിക്കാനും ഒക്കെ. അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. ഞാൻ പറഞ്ഞ എല്ലാ മെത്തേഡിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപയോഗിച്ചിട്ട് ചെയ്യാം. ബാക്കി ഞാനിതിൽ കാണിച്ച പോലെ ചെയ്താൽ മതി. അതല്ല ഈസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊന്തി വരുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം. 1 ടേബിൾ സ്പൂണ് ഈസ്റ്റും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും മതിയാവും. എന്നിട്ട് വെള്ളത്തിൽ നമ്മൾ സാധാരണ കലക്കി വെക്കുമല്ലോ, നേരിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നേരിയ ചൂടുള്ള പാലിലൊക്കെ കലക്കി വെക്കുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതാ എല്ലാ ബോൾസും നമ്മുടെ ന്യൂട്ടല്ലയിൽ മുക്കിയെടുക്കുകയാണ്. അപ്പോൾ ദാ ഞാൻ എല്ലാ ബോൾസും നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മക്കൾക്കാണ് പ്രത്യേകിച്ച് ഇത് ഇഷ്ടമാവുക. അപ്പോൾ ഞാനിതാ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. കണ്ടില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല കേക്ക് പോലെ തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ. വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ ഇത് ക്രിസ്പിയാണ്. ചൂട്ടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ 2-3 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.